കണ്ണിന് സാരമായി പരുക്കേറ്റ ബിനു നിലവിൽ ചികിത്സയിലാണ്. കോടതിയിൽ തിരിച്ചടിയാകുമെന്ന് കണ്ട് പോലീസ് പിന്നീട് ബിനുവിനെ ബോധപൂർവം നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പരാതി കൊടുക്കാൻ വന്നതാണ്. ഞാൻ ഇന്നലത്തെ ഈ വിഷയമായിട്ട് പരാതിൻ്റെ കാരണം അടിച്ചു പൊട്ടിച്ചു വളരെ വിഷയമായപ്പോൾ പരാതി എഴുതാൻ വന്നതാണ്. ഒന്നും കേൾക്കാൻ നിന്നില്ല. അപ്പോഴത്തന്നെ അടി തുടങ്ങി. ഒരുപാട് മർദ്ദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വാനിൽ കയറ്റിയായിരുന്നു. ലാത്തി ചാർജ്, അത് കഴിഞ്ഞ് വയർലെസ് സെറ്റ് കൊണ്ടാണ് എൻ്റെ കണ്ണിലേക്ക് ആഞ്ഞിടിച്ചത്. അപ്പോഴത്തേക്കും തന്നെ വാനിൽ കയറ്റിയപ്പോൾ തന്നെ ബോധം മാത്രമേ ഇതിനിടയ്ക്ക് വെള്ളം പോലും തരാതെയാണ് മൃഗീയമായിട്ട് അവർ മർദ്ദിച്ചത്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, നോക്കൂ, ഒന്നാമത്തെ തെറ്റ് പരിപാവനമായ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് അതിക്രമിച്ചു കയറുക. അവിടെ ഒരു യോഗം ചേരുന്നു. ആ യോഗം ചേരുന്ന റൂമിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കുക. പിന്നെ ശ്രീകൃഷ്ണ വിഗ്രഹമടക്കം നിലത്തേക്ക് വലിച്ചെറിയുക. മതഗ്രന്ഥങ്ങൾ നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് ആ പടിക്കെട്ടിലൂടെ അവിടുന്ന് പിടികൂടിയവരെ വലിച്ചിഴച്ച് താഴെ കൊണ്ടുവന്ന് പോലീസ് വാനിൽ കയറ്റുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇടിവണ്ടിയിൽ കയറ്റി ഈ നഗരമൊക്കെ ഒന്ന് ചുറ്റിച്ച് നന്നായി പെരുമാറി കണ്ണിടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒടുവിൽ എന്തിന് കേസെടുക്കാതിരിക്കുന്നു? കൃഷ്ണരാജ്, എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ക്രൂരമായ മർദ്ദനത്തിനാണ് ബിനു ഇരയായത്. നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും കണ്ണിന് സാരമായ ഒരു കാഴ്ചവൈകല്യം നേരിട്ടതിൻ്റെ കാര്യം ഈ ഒരു പ്രതികരണത്തിൽ പറയുന്നുണ്ട്. പ്രധാനമായും ഈ നെട്ടയം സംഘർഷത്തിൽ ബിനു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബിനുവിൻ്റെ കാർ അല്ലെങ്കിൽ വാഹനം നശിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകാൻ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇടപ്പഴിഞ്ഞ് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ടാണ് ബിനു അവിടെ ചെല്ലുകയും ആ സമയത്ത് തന്നെയാണ് പോലീസ് അവിടെ എത്തുകയും വട്ടിയൂർക്കാവ് പോലീസ് സംഘം CI വിപിൻ അടക്കമുള്ള സംഘം അവിടെ എത്തുകയും ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായും മതപാഠശാലയിലേക്ക് പോലീസിൻ്റെ അതിക്രമം എന്ന് പറയുന്നത്, ഇതിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെയുള്ള ഫർണിച്ചറും ഒപ്പം തന്നെ കൃഷ്ണവിഗ്രഹവും അടക്കം നശിപ്പിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്തു. ഇതിനുശേഷമോ ആണ് അവിടെ യോഗം ചേർന്നിരുന്നവരെയും ഒപ്പം പുറത്തുനിന്ന് വന്നവരെ അടക്കം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും ബിനുവിനെ അടക്കം പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും കയ്യിലുണ്ടായിരുന്ന വയർലെസ് സെറ്റ് അടക്കം ഉപയോഗിച്ച് കണ്ണിലടക്കം ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അപ്പോഴും ബിനു പറയുന്നുണ്ട് ഇതുമായി അല്ലെങ്കിൽ താൻ നിരപരാധിയാണ്, ഈ കാര്യത്തിൽ താൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് CI വിപിനും സംഘവും ഈ ക്രൂരമായ മർദ്ദനം തുടരുകയും 6 BJP പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിന് വിധേയരാക്കുകയും ചെയ്ത് ഇതിനുശേഷവും AR ക്യാമ്പിൽ അടക്കം വെച്ച് ഈ മർദ്ദന മുറകൾ തുടരുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു പക്ഷത്തിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ ഹാജരാക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോഴേക്കാണ് കാര്യമായി മാറുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. അതായത് ബിനുവിൻ്റെ പരിക്ക് അത് ഗുരുതരമായ പരിക്ക് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ പരിക്ക് വെച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പോലീസിന് കോടതിയിൽ നിന്ന് പോലീസിന് വിലയിരുത്തലുകളുണ്ടായി. പോലീസിന് നിയമോപദേശവും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് ബോധപൂർവം ഈ ബിനുവിനെ ബന്ധുക്കളെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോലീസ് സ്ഥലത്ത് നിന്ന് മുങ്ങുകയുമായിരുന്നു. ഇതിനുശേഷം മറ്റ് 3 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഒരാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ ബോധപൂർവം പോലീസ് ബിനുവിനെ മറ്റ് നിയമ നടപടികളിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത ബിനുവിനെ ഇത്തരത്തിൽ കണ്ണടിച്ച് പൊട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്രൂരമായ മർദ്ദനത്തിനാണ് CI വിപിനും സംഘവും എന്ന് പറയേണ്ടിയില്ല. പ്രധാനമായും മറ്റൊരു മതപാഠശാലയിലേക്ക്, ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മതപാഠശാലയിലേക്ക് ഇത്തരത്തിൽ പോലീസ് അതിക്രമണം നടത്തിവിടുമ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകളടക്കം ശക്തമായി പ്രതിഷേധം രേഖപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മറ്റ് ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരത്തേക്ക് ഇത്തരത്തിൽ വരുമ്പോഴേക്കും അത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള ചിലരുടെ ആ നെട്ടയത്ത് തന്നെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകരുടെ എല്ലാം തന്നെ ഒത്താശയോടുകൂടി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് CI സംഘവും മുതിർന്നതെന്ന് തന്നെ പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കൃഷ്ണരാജ്. ശ്യാമപ്രസാദ്, അതായത് ഇപ്പോൾ കേസെടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കുറ്റമില്ല എന്ന് കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ അതിക്രമം ഈ ബിനുവിന് കേസുമായി മുന്നോട്ട് പോകാനാവില്ലേ? എന്തിന് എൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു, എന്തിന് എന്നെ പടിക്കെട്ടിലൂടെ വലിച്ചിഴച്ചു,
എന്തിന് ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി, എന്തിന് ഞങ്ങളിരുന്ന ഇടത്തേക്ക് നിങ്ങൾ അതിക്രമിച്ചു കയറി വന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബിനുവിന് ചോദിക്കാനാവും. തീർച്ചയായും കൃഷ്ണരാജ്, ഒരുപാട് ചോദ്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ബിനുവിൻ്റെ മർദ്ദനം അതിനുശേഷവും തുടർന്നുണ്ടായപ്പോൾ ചികിത്സയിലാണ്. ഇപ്പോൾ ബിനു BJP നേതാവ് കൂടിയ ബിനു ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഘട്ടത്തിൽ നേരിട്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനമുള്ളത്. അതായത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് കുടുംബം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കണ്ണിന് കാഴ്ചവൈകല്യം അടക്കമുള്ള ഇത്തരത്തിലേക്ക് ഒരു ആശങ്ക കുടുംബത്തെ അലട്ടുന്നുണ്ട്. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ബിനുവിന് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുണ്ടായ കുറ്റക്കാർക്കും ഒപ്പം തന്നെ ഈ വട്ടിയൂർക്കാവ് CI വിപിനും സംഘത്തിനുമെതിരായും പോലീസിലും ഒപ്പം തന്നെ മുതിർന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകാൻ തന്നെയാണ് കുടുംബം ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ കോടതിയെ സമീപിക്കാനുമാണ് കുടുംബത്തിൻ്റെ നീക്കം. കൃഷ്ണരാജ്. ശ്യാമപ്രസാദ്, അതായത് ഈ സംഭവിച്ചതൊക്കെ തെറ്റാണെന്ന കുറ്റസമ്മതത്തിലേക്കോ പോലീസ് പോകുന്നത്? ഇനി അതല്ലെങ്കിൽ പിന്നിൽ ഈ അതിക്രമിച്ച് കയറുന്നതിന് മുൻപും ഇപ്പോൾ കേസെടുക്കേണ്ടെന്ന് തീരുമാനിച്ചത് പിന്നിലും ഒരു ഗൂഢാലോചനയുണ്ടോ? ഇതിന് പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ട്. പ്രധാനമായും തിരുവനന്തപുരത്ത് നെട്ടയത്തെ സംഘർഷം തന്നെ ഗൂഢാലോചനയിലാണ്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നാലെയാണ് ബിനുവിനെതിരെയുള്ള കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് വരുന്നത്. കസ്റ്റഡിയിലെടുക്കുക, അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുക, അതിനുശേഷം വിട്ടയക്കുക, അല്ലെങ്കിൽ ക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം വിട്ടയക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പോലീസിന് മുന്നിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിന് CPM പ്രാദേശികമായൊരു പിന്തുണയും പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ബിനു അടക്കമുള്ള ആളുകൾ എവിടെയാണ്, ഇവരെ ഏത് സാഹചര്യത്തിൽ ഏത് സ്ഥലത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം കാര്യമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറുകയും ചെയ്തത് CPM നിന്നുള്ള പ്രാദേശിക നേതാക്കളായിരുന്നു. ഇവരെല്ലാം തന്നെയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന പോലീസുമായി ചേർന്ന് ചമച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മർദ്ദനത്തിനിരയാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷവും ഇപ്പോഴും ബിനുവിൻ്റെ കുടുംബത്തിനെതിരെ ജീവന് ഭീഷണിയുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CPM പ്രാദേശിക നേതാക്കളടക്കം ബിനുവിൻ്റെ കുടുംബ വീടിനടുത്തുമെല്ലാം തന്നെ വന്ന് ഭീഷണി മുഴക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതിനെതിരെ പരാതി നൽകാനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോഴും കുടുംബം ഒരുങ്ങുന്നത്. കൃഷ്ണരാജ്. പ്രസാദ്, ഈ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിലാണോ കേസെടുക്കേണ്ടത് തീരുമാനിച്ചത്? അത് തന്നെ ആവാനല്ല സാധ്യത? തീർച്ചയായും കൃഷ്ണരാജ്, പോലീസിനെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ശേഷം ബിനുവിനെ അടക്കം 6 പേരെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് നിയമോപദേശം അടക്കം തേടിയിരുന്നു. പ്രധാനമായും ബിനുവിന് സാരമായി പരിക്കേറ്റ സാഹചര്യത്തിലടക്കം ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിൽ ഈ ഒരു ബിനുവിൻ്റെ കണ്ണ് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചടി നേരിടാനുള്ളൊരു സാഹചര്യമുണ്ട്. മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്ക് കുറ്റക്കാരായ പ്രതിസ്ഥാനത്തേക്ക് എത്തും. അത് ആഭ്യന്തര വകുപ്പിനൊപ്പം തന്നെ വലിയൊരു ക്ഷീണമായി മാറുകയും ചെയ്യും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടി അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷത്തിനെ പോലീസാണ് ബോധപൂർവം കെട്ടിച്ചമച്ചതെന്നും പോലീസിൻ്റെ ഭാഗത്തേക്ക് ഒരു വീഴ്ച എന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വരും. അതിനെയാണ് ബോധപൂർവം ബിനുവിനെ അടക്കം ഈ ഒരു പ്രതിപട്ടികയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോലീസ് ഇത്തരത്തിലൊരു വിചിത്രമായ നിയമ നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആശുപത്രിയിൽ വെച്ച് തന്നെ പോലീസ് ബിനുവിനെ ബന്ധുക്കൾക്ക് കൈമാറി അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തത്. ശ്യാമപ്രസാദ്, ഇതിപ്പോൾ പോലീസ് പിന്മാറുന്നു, കേസെടുക്കുന്നില്ല. പക്ഷേ തനിക്ക് ഉണ്ടായ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിനുവിന് കേസുമായി മുന്നോട്ട് പോകാമല്ലോ. ഈ കേസെടുക്കാതിരിക്കുന്നത് തന്നെ പോലീസിനെതിരായ തെളിവുകളായി മാറില്ലേ? അങ്ങനെയെങ്കിൽ എന്താകും ബിനുവിൻ്റെ നീക്കം, BJPയുടെ നീക്കം? കൃഷ്ണരാജ്, ഈ സംഭവം നടന്ന സമയത്ത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ബിനുവും കുടുംബവും ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയും ചെയ്യുന്നത്. BJP നേതൃത്വത്തിൻ്റെ പിന്തുണയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേതാക്കളടക്കമുള്ളവർ ബിനുവിനെ സന്ദർശിക്കുകയും നിയമസഹായം അടക്കം ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് കോടതിയെ തന്നെ സമീപിക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. അടുത്ത ദിവസം തന്നെ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഇക്കാര്യത്തിൽ പരാതി നൽകും. സിറ്റി പോലീസ് കമ്മീഷണറടക്കം പരാതി നൽകുകയും ചെയ്യും. നേരത്തെ വട്ടിയൂർക്കാവ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തന്നെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചതെന്നും വിപിനും അടക്കം തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നും കാണിച്ചായിരിക്കും ഇത്തരത്തിൽ ബിനു പരാതി നൽകുകയും ചെയ്യുക. ഒപ്പം തന്നെ ബിനുവിൻ്റെ ഭാര്യമടക്കമുള്ളവരിലും ജീവന് ഭീഷണിയുണ്ടെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതടക്കം തന്നെ പരാതിയിൽ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഉന്നത പോലീസ് മേധാവിക്കടക്കം ഈ പരാതി കൈമാറുകയും ചെയ്യുക. കൃഷ്ണരാജ്. ശരി, ഏതായാലും
തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ BJP നേതാവ് ബിനുവിനെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാധ്യക്ഷൻ BJPയുടെ ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കരമന ജയൻ, ഇന്നലെ അങ്ങയുടെ വാക്കുകൾ കേട്ടതാണ്. പിന്നോട്ടില്ല, ഈ വിഷയത്തിൽ മുന്നോട്ടാണെന്ന നിലപാട് ആവർത്തിച്ച് പ്രതിഷേധത്തിനിടെ അങ്ങ് പറയുന്നത് കേട്ടതാണ്. ഇപ്പോൾ ബിനുവിനെതിരെ കേസെടുക്കുന്നില്ല പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ചെയ്തത്? ഒരു ക്ഷേത്ര പരിസരത്തേക്ക് ബൂട്ടിട്ട് കയറി ചെന്ന് അവിടെ യോഗം നടക്കുന്ന ഇടത്ത് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നു, കൃഷ്ണവിഗ്രഹം വലിച്ചെറിയുന്നു, മതഗ്രന്ഥങ്ങൾ ചവിട്ടിമെതിക്കുന്നു. എന്നിട്ട് ആ പടിക്കെട്ടിലൂടെ അകത്തുണ്ടായിരുന്നവരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് പോലീസ് വാനിൽ കയറ്റുന്നു. നഗരം മുഴുവൻ ചുറ്റി ഇടിവണ്ടിയിലിട്ട് ഇടിച്ച് നിലം പരിശാക്കുന്നു, കണ്ണ് അടിച്ചു പൊട്ടിക്കുന്നു. നമ്മൾ കണ്ടതാണ് അന്ന് ദൃശ്യങ്ങളിൽ നിന്ന് ആശുപത്രിയിലേക്ക് വന്നിറങ്ങുന്ന ഒരാൾ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കേസില്ലത്രേ. എന്താണ് പ്രതികരണം? ശ്രീ കരമന ജയൻ, കേൾക്കാമോ? ശ്രീ കരമന ജയൻ, അതായത് പോലീസുകാർ ബിനുവിൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കുന്നു, നഗരം മുഴുവൻ ചുറ്റിച്ച് മർദ്ദിക്കുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. അതിക്രൂരമായ ഈ പോലീസ് നടപടി കഴിഞ്ഞ ശേഷം ഇപ്പോൾ കേസെടുക്കുന്നില്ലെന്ന് പറയുന്നു. എന്താണ് BJPയുടെ പ്രതികരണം? സ്വാഭാവികമായിട്ടുള്ള കേസൊന്നുമല്ല ഇത്. മനഃപൂർവ്വം ഈ SHO ബിനു ഒരു CPM-ന്റെ ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തില് പൊതുസമൂഹത്തിന് തെളിഞ്ഞു കഴിഞ്ഞു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിഞ്ഞ ചെങ്ങന്നൂർ തീ അയക്കുന്ന സമയത്തും അയാള് പോലീസ് ഓഫീസർമാരുടെ അടുത്ത് വരെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെയൊക്കെ പിന്തുണയോടുകൂടി, സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെയും പിന്തുണയോടുകൂടിയാണ് ഈ SHO ആയിട്ടുള്ള വിപിൻ പ്രവർത്തിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സം നിൽക്കുകയും നിയമപരമായി കാര്യങ്ങൾ ഡോക്യുമെന്റുമായിട്ട് മൈക്കോർഡർ ഇറക്കിയാൽ പോലും അതിനെ തടസ്സം ചെയ്യുന്ന അടക്കമുള്ള BJPയുടെയും NDAയുടെയും പ്രവർത്തനത്തെ തടസ്സം നിന്ന് ഒരു CPM-കാരനെ പോലെ പ്രവർത്തിച്ച ഈ വിപിൻ എന്ന് പറയുന്ന SHO മനഃപൂർവ്വം തന്നെയാണ് ബിനു എന്ന ആ BJPയുടെ പ്രവർത്തകരെ അതായത് കാച്ചാണി വാർഡ് BJPക്ക് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം അത് CPM-നെ ഏറ്റവും കൂടുതൽ നിരാശയാക്കുന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബിനുവിന്റെ പ്രവർത്തനത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുക, ബിനുവിനെ നിരാശയാക്കുക, ബിനുവിനെ BJPയിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബിനുവിന്റെ കുടുംബത്തിനെതിരെയും ബിനുവിന്റെ മൗലികാവകാശങ്ങളിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ SHOയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിനുവിനെ അകാരണമായി യാതൊരു കേസിലും പ്രതിയല്ലാത്ത ഒരു പരാതിക്കാരനായിട്ടുള്ള ബിനുവിനെ ഈ അടിയന്തരാവസ്ഥയുടെ കാലയാത്രകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പോലീസ് മർദ്ദനം നടത്തിയത്. കണ്ണിനെ ഇടിച്ച് പൊട്ടിക്കുക മാത്രമല്ല, ക്രൂരമായ മർദ്ദനം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വണ്ടിക്കകത്തിട്ട് ബൂട്ടിട്ട് ചവിട്ടിയും ക്രൂരമായ മർദ്ദനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരും നമ്മൾ നേരിൽ കണ്ട കാര്യമാണ്. ദൃക്സാക്ഷികളുണ്ട്, അതിന്റെ ക്യാമറയും വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ശക്തമായി തന്നെയാണ് പ്രതിഷേധവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. SHO ഈ വിപിന്റെ മാത്രമല്ല, ഈ പോലീസ് ക്രൂരമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ SI ആയിട്ടുള്ള ദീപു പിള്ള എന്ന് പറയുന്ന ആളാണ്. ആ ദീപു പിള്ളയ്ക്കെതിരെയും ഈ വിപിനെതിരെയും ശക്തമായിട്ടുള്ള നടപടി എടുക്കണം തന്നെയാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം നിറവേറ്റുന്നതുവരെ ശക്തമായ പോരാട്ടങ്ങൾ BJP നടത്തും. കരമന ജയൻ, ഈ അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ബിനുവെന്ന മനുഷ്യന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പോൾ കേസില്ലെന്ന് പറയുമ്പോൾ നിയമപരമായി BJP മുന്നോട്ടാണോ? കാരണം എല്ലാം ചെയ്തിട്ട് കേസില്ലെങ്കിൽ അതിനർത്ഥം തെറ്റു ചെയ്തിട്ടില്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും ബിനു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, അത് ഉറപ്പാണ്. പക്ഷെ പോലീസ് ഇതിന് ഒറ്റ കാര്യമുള്ളത്, പോലീസ് CPM-ന്റെ ആയുധമായി പ്രവർത്തിച്ചു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും സംഭവിച്ചിട്ടുള്ളത്. ഇത് ബിനു കുറ്റക്കാരനല്ലെന്നും ബിനു യാതൊരു പ്രശ്നങ്ങളും ബിനു അവിടുത്തെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അത് മാത്രമല്ല,
ഒരു ന്യൂനപക്ഷ സമുദായം അംഗമായിട്ടുള്ള ബിനു അവിടുത്തെ ചർച്ചിന്റെ സെക്രട്ടറിയും കൂടിയാണ്. ആ ചർച്ചിനകത്ത് കയറി ആണ് ഈ CPM-കാര് പോലീസിനെ ആക്രമിച്ചിട്ടുള്ളത്. അത് പോലീസിനെ ആക്രമിച്ചത് ബിനുവിന്റെയും BJP-യുടെയൊക്കെ തലയെ കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങള് കൃത്യമായും കമ്മീഷണർക്ക് ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള ഈ SHക്കെതിരെയും ഈ SIക്കെതിരെയും, അതായത് SH ആയിട്ടുള്ള വിപിനെതിരെയും SI ആയിട്ടുള്ള ദീപു പിള്ളയ്ക്കെതിരെയും ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം, ശക്തമായ നടപടി എടുക്കണം. ഞങ്ങൾ കമ്മീഷണർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ പോകുന്നു, DGPയെ സമീപിക്കാൻ പോവുകയാണ്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ വന്ന SHO അത് കമ്മീഷണർ പറഞ്ഞ് ഒഴിയുകയാണ്. ഞങ്ങൾക്ക് നിലപാടെടുക്കാൻ പറ്റില്ല, നടപടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ ഇന്ന് സമീപിക്കാൻ പോവുകയാണ്. യെസ്, ഇന്നലെ BJP-യുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇനിയും അത് തുടരും അല്ലേ? തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം. BJP ജനങ്ങളോട് കടപ്പാടുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കാനും സമാധാന അന്തരീക്ഷവും സൃഷ്ടിച്ചു കൊടുക്കുവാനുള്ള ഒരു ബാധ്യതയുള്ള പാർട്ടി, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടി, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ തരത്തിൽ വളരെ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ശക്തമായ പല പോരാട്ടങ്ങൾ തുടരും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ നിരന്തരമായ പോരാട്ടങ്ങൾ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും. യെസ്, വളരെയധികം നന്ദി ശ്രീ കരമന ജയൻ. ഏതായാലും നിയമപരമായും പ്രതിഷേധിച്ചും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തിരുവനന്തപുരം നെട്ടയത്തെ സംഘർഷത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത BJP നേതാവ് ബിനുവിൻ്റെ കണ്ണ് പോലീസുകാർ അടിച്ചു പൊട്ടിച്ചത് വലിയ വിവാദമായിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കണ്ണിന് സാരമായി പരിക്കേറ്റ ബിനു ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോഴാണ് പോലീസ് പറയുന്നത് കേസ് എടുക്കില്ല എന്ന്. കാരണം കോടതിയിൽ പോയാൽ മുട്ടിടിക്കും എന്നുറപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്. പ്രതികരിക്കുകയായിരുന്നു കരമന ജയൻ, BJP ജില്ലാ അധ്യക്ഷൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. Europe is the hope. Dileep's Arcase is the path. ആദ്യം തീരുമാനമെടുക്കുന്നവർ എവിടെയും മുന്നിലായിരിക്കും. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. വേനൽ ചൂടിനെ കൂളായി അതിജീവിക്കൂ. ഗോപു നഗര ജിമാർട്ടിൽ ബ്രാൻഡ് എസികൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്, ECUമായി ക്യാഷ് ബാക്ക്, കൂടാതെ 5 കാറുകൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നേടും. ഗോപു നഗര ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. American